ബഹിരാകാശം. നമുക്കൊരിക്കലും അളന്നു നോക്കുവാൻ സാധിക്കാത്ത അനന്തത. അവിടെ ഓരോ നക്ഷത്രത്തിനും, ഓരോ ഗ്രഹത്തിനും, ഓരോ ആറ്റത്തിനും പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു വിചിത്രമായ രഹസ്യങ്ങൾ. എത്ര ദൂരെയായിരിക്കും അവിടെയുള്ള വസ്തുക്കൾ എന്നത് മനുഷ്യന് ഇന്നേ വരെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടേയില്ല. ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം, പ്രകാശത്തിന് പോലും അവിടെ എത്തിച്ചേരുവാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇന്നിപ്പോൾ നോക്കുന്ന ആകാശത്തിലെ ചില നക്ഷത്രങ്ങൾ, ഇന്ന് കാണുന്ന പ്രകാശം അവർ പുറപ്പെടുവിച്ചത് ആയിരങ്ങളോ ലക്ഷങ്ങളോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. അതായത് നാം ഇന്ന് കാണുന്നത് അവരുടെ ഭൂതകാലത്തെയാണ്. എന്നിരുന്നാലും ഈ അനന്തമായ നക്ഷത്ര സമുദ്രത്തിൽ നമ്മോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു നക്ഷത്ര മണ്ഡലമുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് അതിൻ്റെ ലോകത്തിലേക്കാണ്. നമ്മുടെ സൂര്യനേക്കാളും ശക്തമായ പ്രകാശമുള്ള നക്ഷത്രങ്ങളിലേക്ക്, സാധ്യതയുള്ള ജീവന്റെ വാസസ്ഥലമായ ഗ്രഹങ്ങളിലേക്ക്. ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തിലേക്ക് സംഘടിതമായ റേഡിയോ തരംഗങ്ങൾ അയച്ചു തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷങ്ങൾ കഴിഞ്ഞു. ഭൂമിയിൽ നിന്നുള്ള ഈ റേഡിയോ ശബ്ദങ്ങൾ ഇപ്പോഴേക്കും അനേകം നക്ഷത്രവ്യൂഹങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ 37 പ്രകാശവർഷം അകലെയുള്ള ആർക്ട്യൂറസ് നക്ഷത്രവും 65 പ്രകാശവർഷം അകലെയുള്ള ആൽഡബറാൻ നക്ഷത്രവും ഉൾക്കൊള്ളുന്നു. ഈ നക്ഷത്രങ്ങളിൽ മാത്രമല്ല റോസ് 128b, ഗ്ലീസെ 667 cc ഇതുപോലുള്ള നിരവധി വാസയോഗ്യമായ എക്സോ പ്ലാനറ്റുകളിലും നമ്മുടെ റേഡിയോ സിഗ്നലുകൾ കേൾക്കാൻ സാധിച്ചേക്കാം. എന്നിരുന്നാലും സൂര്യൻ്റെ തൊട്ടടുത്തുള്ള നക്ഷത്ര വ്യൂഹം എന്നത് ആൽഫ സെന്റൗറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മനുഷ്യൻ നടത്തുന്ന ആദ്യ നക്ഷത്രാനന്തര യാത്രയ്ക്കുള്ള ഏറ്റവും സ്വാഭാവിക സ്ഥാനാർത്ഥിയും ഇതാണ്. ആൽഫ സെന്റൗറി ഒരു ബഹുനക്ഷത്ര വ്യൂഹമാണ്. അതിൽ 3 ഘടകങ്ങളാണുള്ളത്. അവയിൽ 2 വലിയ നക്ഷത്രങ്ങൾ പരസ്പരം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അവയെ ഒറ്റ പ്രകാശ സ്രോതസ്സായിട്ടേ നമുക്ക് തോന്നും. ഈ 2 നക്ഷത്രങ്ങളും പരസ്പരം ഒരു മാസ് സെന്ററിനെ ചുറ്റിയാണ് ഭ്രമണം ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഏകദേശം 80 വർഷങ്ങൾ എടുക്കും. നക്ഷത്രങ്ങൾ തമ്മിലുള്ള പരമാവധി ദൂരം എന്നത് 35 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെയും കുറഞ്ഞ ദൂരം 11.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെയുമാണ്. ഈ വ്യൂഹം മുഴുവനും സൂര്യനിൽ നിന്നും ഏകദേശം 4.36 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. സിസ്റ്റത്തിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രഭയുള്ളതുമായ ഘടകം ആൽഫ സെന്റൗറി എ ആണ്. ഇതൊരു മെയിൻ സീക്വൻസ് സ്റ്റാറാണ്. സൂര്യനേക്കാൾ ഏകദേശം 8% കൂടുതൽ ഭാരം. വ്യാസം സൂര്യൻ്റെ 1.22 മടങ്ങ്. ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനിലയും സ്പെക്ട്രൽ ക്ലാസും സൂര്യനോട് സാമ്യമാണ്. എന്നാൽ ഇത് സൂര്യനേക്കാളും 1.5 മടങ്ങ് അധികം ഊർജം പുറപ്പെടുവിക്കുന്നു. ഇതിൻ്റെ ചുറ്റിലും സ്ഥിരീകരിച്ച എക്സോ പ്ലാനറ്റുകൾ ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും 2021 ഇൻഫ്രാറെഡ് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രഹസദൃശ വസ്തുവിൻ്റെ തെളിവുകൾ കണ്ടെത്തി. പ്രാഥമിക കണക്കുകൾ പ്രകാരം അതിൻ്റെ ഭാരം 9 മുതൽ 35 ഭൗമഭാരമാണ്. അതിൻ്റെ വ്യാസം ഭൂമിയേക്കാൾ 3.3 മുതൽ 7 മടങ്ങ് വരെയും. ഇത് തൻ്റെ മാതൃനക്ഷത്രത്തിൽ നിന്നും 1.1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലായിരിക്കും ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുവാൻ ഏകദേശം 1 വർഷം സമയമെടുക്കും. ഈ കണക്കുകൾ സ്ഥിരീകരിക്കുവാൻ പിന്നീട് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പും ഭൂമിയിലെ വലിയ നിരീക്ഷണ കേന്ദ്രങ്ങളിലുള്ള ടെലസ്കോപ്പുകളും ഉപയോഗിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്. ഈ സിസ്റ്റത്തിലെ 2ാമത്തെ നക്ഷത്രം ആൽഫ സെന്റൗറി ബി ആണ്, അല്ലെങ്കിൽ ടൊളിമാൻ നക്ഷത്രം. ഇതും ഒരു പ്രഥമ ശ്രേണി നക്ഷത്രമാണ്. എന്നാൽ സൂര്യനേക്കാൾ 10% ഭാരം കുറവാണ് ഈ നക്ഷത്രത്തിന്. വലിപ്പം നോക്കിയാലും സൂര്യനേക്കാളും ചെറുതാണ്. കൂടാതെ കുറച്ച് തണുപ്പുള്ള നക്ഷത്രമാണിത്. ഉപരിതല താപനില ഏകദേശം 5260 കെൽവിൻ മാത്രമാണ്. ഈ നക്ഷത്രത്തിന് ഓറഞ്ച് നിറമാണ്. ഇതിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇത് എക്സ്റേ പരിധിയിൽ മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഊർജം പുറപ്പെടുവിക്കുന്നു. ഇതിൻ്റെ ഉപരിതലത്തിൽ ഊർജ്ജസ്വലമായ ഫ്ലെയറുകളും ഗ്യാസ് ഇഞ്ചക്ഷനുകളും പതിവായി കാണപ്പെടാറുമുണ്ട്. 2012 ജനീവയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ ഒരു സംഘം നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും ഈ നക്ഷത്രത്തിൻ്റെ സമീപത്ത് ഒരു ചെറുഗ്രഹം ഉണ്ടാകാമെന്ന് കരുതപ്പെട്ടു. അതിൻ്റെ ഭ്രമണകാലം 12 ദിവസങ്ങൾ മാത്രമാണെന്നും വ്യാസം ഭൂമിയേക്കാൾ ഒരൽപ്പം ചെറുതാണ് എന്നും മനസ്സിലാക്കി.
എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത് അന്നത്തെ കണ്ടെത്തൽ തെറ്റായിരുന്നു എന്നാണ്. അതായത് അങ്ങനെയൊരു ഗ്രഹം നിലവിലില്ല എന്ന് തെളിഞ്ഞു. ഈ സിസ്റ്റത്തിലെ 3ാമത്തെ നക്ഷത്രം ആദ്യത്തെ 2 നക്ഷത്രങ്ങളെക്കാളും വ്യത്യസ്തമാണ്. ഇത് ഒരു ചുവന്ന ഡ്വാർഫ് നക്ഷത്രമാണ്, റെഡ് ഡ്വാർഫ് സ്റ്റാർ. സൂര്യൻ്റെ 12% മാത്രം ഭാരം. സൂര്യൻ്റെ 1/7 മാത്രമേ ഇതിന് വലിപ്പവുമുള്ളൂ. ഉപരിതല താപനില വെറും 3000 കെൽവിൻ. പ്രകാശ തീവ്രത എന്നത് സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെറും 0.17% മാത്രം. ഈ നക്ഷത്രം തന്നെയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, വെറും 4.25 പ്രകാശവർഷം ദൂരത്തിൽ. അതിനാലാണ് അതിനെ പ്രോക്സിമ എന്ന് വിളിക്കുന്നത്, അതായത് അടുത്ത് എന്നർത്ഥം. ഇത് സൂര്യനിലേക്ക് നിരന്തരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 26,700 വർഷങ്ങൾക്ക് ശേഷം വെറും 3 പ്രകാശവർഷത്തോളം അടുത്തെത്തും. എന്നാൽ അതിൻ്റെ പ്രകാശം ഇത്ര ചെറുതായതിനാൽ ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കില്ല. പ്രോക്സിമയ്ക്കും അതിൻ്റെ കൂട്ടുനക്ഷത്രങ്ങൾക്കും ഇടയിലുള്ള ദൂരം ഇപ്പോൾ ഏകദേശം 13,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്, അതായത് 0.21 പ്രകാശവർഷം. എന്നാൽ അടുത്ത 3 ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ അത് 4,100 ആസ്ട്രോണമിക്കൽ യൂണിറ്റായി കുറയും എന്നാണ് കരുതപ്പെടുന്നത്. പ്രോക്സിമയ്ക്ക് ചുറ്റിലും 2 സ്ഥിരീകരിച്ച എക്സോ പ്ലാനറ്റുകളുണ്ട്. കൂടാതെ ഒരു സംശയാസ്പദമായ ഗ്രഹവും ഉണ്ടാകാമെന്ന് നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഗ്രഹം 2016 റേഡിയൽ വെലോസിറ്റി മാർഗം ഉപയോഗിച്ച് കണ്ടെത്തി. 2020 ഭൂമിയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ VLT ടെലസ്കോപ്പ് സ്ഥിരീകരിച്ചു. ഇത് തന്നെ നക്ഷത്രത്തിൽ നിന്നും 0.05 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11 ഭൗമദിനം കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. ഭാരം ഭൂമിയേക്കാൾ 10 മുതൽ 20% വരെ കൂടുതലാണ്. വ്യാസം ഭൂമിയുടെ 1.3 മടങ്ങോളമാണ്. ഇത് സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്നതിനേക്കാൾ 1.5 മടങ്ങ് കുറച്ച് ഊർജം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ശരാശരി താപനില -39 ഡിഗ്രി സെൽഷ്യസ്, അതായത് ചില ഭാഗങ്ങളിൽ ദ്രവജലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇത്രയും അടുത്തുള്ള ഭ്രമണപഥം കാരണം ഈ ഗ്രഹം ടൈഡലി ലോക്ക്ഡ് ആയിരിക്കും. അതായത് ഒരു വശം മാത്രം നക്ഷത്രത്തോട് നേർക്കുനേർ നിൽക്കും. അതിനാൽ ഒരു വശം ചൂടും മറുവശം അത്യന്തം തണുപ്പുമായിരിക്കും. ദ്രവവായു നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടായാൽ ഈ താപവ്യത്യാസത്തെ കുറയ്ക്കാൻ കഴിയും. എന്നാൽ പ്രോക്സിമ പോലെ ചുവന്ന നക്ഷത്രങ്ങൾ സ്ഥിരമായി ഫ്ലെയറുകൾ, റേഡിയേഷൻ പൊട്ടലുകൾ ഇവയെല്ലാം ഉണ്ടാകാറുണ്ട്. അത് ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെ ഭാഗികമായി നശിപ്പിച്ചേക്കാം. 2020 കണ്ടെത്തിയ മറ്റൊരു ഗ്രഹം പ്രോക്സിമ സി ആണ്. ഇത് തൻ്റെ നക്ഷത്രത്തിൽ നിന്നും 1.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5 ഭൗമവർഷങ്ങൾ കൊണ്ടാണ് ഇത് ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഭാരം 6 മുതൽ 8 ഭൗമമാസാണ്. താപനില വളരെയേറെ താഴ്ന്നതാണ്, ഏകദേശം -234 ഡിഗ്രി സെൽഷ്യസ്. ചില നിരീക്ഷണങ്ങൾ പ്രകാരം ഇതിന് ജൂപ്പിറ്ററിൻ്റെ 5 ഇരട്ടി വലിപ്പമുള്ള വലയങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അനുമാനം. ഈ ആൽഫ സെന്റവറി സിസ്റ്റം കഴിഞ്ഞ 100 വർഷക്കാലത്തോളമായി നമ്മുടെ സിഗ്നലുകൾ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ 40 ട്രില്യൺ കിലോമീറ്റർ ദൂരം മനുഷ്യർക്കായി ഇപ്പോഴും അതിരുകളെ മറികടക്കാത്തതാണ്. വെളിച്ചത്തിന് പോലും അവിടെ എത്തിച്ചേരുവാൻ 4 വർഷങ്ങളെടുക്കും. എന്നാൽ മനുഷ്യനിർമ്മിത പേടകങ്ങൾക്ക് അതിന് 10,000 വർഷങ്ങൾ വേണ്ടിവരും. എങ്കിലും ബ്രേക്ക് ത്രൂ സ്റ്റാർഷൂട്ട് എന്ന പദ്ധതി പ്രകാരം ചെറിയ മൈക്രോ പ്രോബുകൾ പ്രോക്സിമയിലേക്ക് അയക്കാനുള്ള പദ്ധതിയുണ്ട്. ഇവ വെറും 1 സെൻറ്റിമീറ്റർ വലിപ്പം മാത്രമുള്ളവയായിരിക്കും. ശക്തമായ ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് അവയെ വെളിച്ചത്തിൻ്റെ 20% വേഗതയിൽ മുന്നോട്ട് തള്ളാനാണ് ആസൂത്രണം. അങ്ങനെ ചെയ്യുവാൻ സാധിച്ചാൽ ഈ പേടകങ്ങൾ 20 വർഷങ്ങൾക്കുള്ളിൽ പ്രോക്സിമയിൽ എത്തിച്ചേരും. വീണ്ടും 5 വർഷങ്ങൾക്കുള്ളിൽ അവിടെയുള്ള ഡാറ്റ ഭൂമിയിൽ എത്തിക്കാനും സാധിക്കും. ഇപ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയിലേക്ക് ഡാറ്റകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടൊളിമാൻ എന്ന പുതിയ ബഹിരാകാശ ദൂരദർശിനിയും ആൽഫ സെന്റവറിയെ ലക്ഷ്യമാക്കി ഉടൻ വിക്ഷേപിക്കപ്പെടും. എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന് മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ തേടുകയാണ്. കാലങ്ങൾ കടന്നുപോകുന്തോറും ബഹിരാകാശം നമ്മളോട് കുറച്ചുകൂടെ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അനന്തമായ ഈ ബഹിരാകാശത്തിൽ നമ്മുടെ ഭൂമിയും സൂര്യനും വെറും മണൽത്തരികൾ മാത്രമാണ്. അവിടെ ഇവിടെയായി അനവധി നക്ഷത്രങ്ങൾ ജനിക്കുന്നു. ചിലത് അണഞ്ഞു പോകുന്നു, മറ്റു ചിലത് അവയ്ക്ക് ചുറ്റിലും പുതിയ ലോകങ്ങൾക്ക് പിറവി നൽകുന്നു. എന്നിരുന്നാലും ഈ അനന്തതയിൽ നിന്നുമുള്ള ഏറ്റവും അടുത്ത ശബ്ദമാണ് ആൽഫ സെന്റവറി. അവിടെയാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയും നമ്മുടെ പ്രതീക്ഷകളുടെ ഹൃദയവും എല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഒരിക്കൽ
മനുഷ്യൻ ഈ ചെറിയ നീലഗ്രഹത്തെ പിന്നിലാക്കി മറ്റൊരു നക്ഷത്ര ലോകത്തേക്ക് പോകേണ്ടി വരും. ഇന്നത്തേതിനേക്കാൾ മുന്നേറിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്നത്തെ സ്വപ്നങ്ങൾ നാളെ യാഥാർത്ഥ്യങ്ങളായി മാറും. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആകാശത്തേക്ക് നോക്കി സ്വപ്നം കണ്ട പോലെ ഇപ്പോൾ നമ്മൾ മറ്റൊരു നക്ഷത്രത്തിലേക്കാണ് നോക്കുന്നത്. മനുഷ്യൻ്റെ ആദ്യത്തെ അന്തർനക്ഷത്ര യാത്രയുടെ ലക്ഷ്യം ആൽഫ സെന്റൗറി. ഒരു ദിവസം ആ വിദൂരതയിലുള്ള നക്ഷത്രമണ്ഡലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ തിരിഞ്ഞു നോക്കും. ഇവിടെ എത്തിയത് എത്രയോ കാതങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെയായിരിക്കും നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായം എഴുതപ്പെടുക, നക്ഷത്രങ്ങളിലേക്കുള്ള യാത്രയുടെ അധ്യായം. മഞ്ഞക്കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന ഇടത്തരം വലിപ്പമുള്ള നക്ഷത്രമായ സൂര്യനും സൂര്യനെ വലം വയ്ക്കുന്ന ടെറസ്ട്രിയൽ, ഗ്യാസ് ജെയിന്റ്, ഐസ് ജെയിന്റ് എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന 8 ഗ്രഹങ്ങളും 5 കുള്ളൻ ഗ്രഹങ്ങളും ഇവയുടെ എല്ലാം ഉപഗ്രഹങ്ങളും 13 ലക്ഷം ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും 4000-ഓളം ധൂമകേതുക്കളും അടങ്ങുന്ന വലിയ സമൂഹമാണ് നമ്മുടെ സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യൻ ഒരു മഞ്ഞക്കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് എന്ന് നമുക്കറിയാം, ജി ടൈപ്പ് മെയിൻ സീക്വൻസ് സ്റ്റാർ. എന്നാൽ 40,000 കോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ വെറും 10% മാത്രമേ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളുള്ളൂ. മിച്ചമുള്ളവയെല്ലാം മറ്റു പല ക്ലാസുകളിലും ഉൾക്കൊള്ളുന്ന നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങളെയെല്ലാം അവയുടെ താപനിലയുടെ അടിസ്ഥാനത്തിൽ, അതായത് താപനില കൂടിയവ മുതൽ കുറഞ്ഞവ വരെ എന്ന വിധത്തിൽ പല ക്ലാസുകളായി തിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ O, B, A, F, G, K, M എന്നീ അക്ഷരങ്ങളിലാണ് അവയെ തരംതിരിച്ചിരിക്കുന്നത്. O ക്ലാസ്സിൽ ഏറ്റവും താപനില കൂടിയവയും M ക്ലാസ്സിൽ ഏറ്റവും താപനില കുറഞ്ഞവയുമാണ്. ഓരോ ക്ലാസ്സിലും താപനില കൂടിയത് മുതൽ കുറഞ്ഞതുവരെ വീണ്ടും 10 സബ് ക്ലാസുകളായും തിരിച്ചിട്ടുണ്ട്. താപനിലയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ ക്ലാസ്സിലുമുള്ള നക്ഷത്രങ്ങൾ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കും. താപനില ഏറ്റവും കൂടിയ നക്ഷത്രങ്ങളിൽ നിന്നും നീല നിറത്തിലുള്ള ഊർജം കൂടിയ പ്രകാശമായിരിക്കും പുറത്തു വരിക. അത്തരം നക്ഷത്രങ്ങളെല്ലാം നീല നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ താപനില കുറഞ്ഞ നക്ഷത്രങ്ങളിൽ നിന്നും ചുവന്ന ഊർജം കുറഞ്ഞ പ്രകാശമായിരിക്കും പുറത്തു വരിക. ഇത്തരം നക്ഷത്രങ്ങളുടെ നിറം ചുവപ്പായിരിക്കും. ഇവയിൽ G ക്ലാസ്സിൽ പെടുന്ന മഞ്ഞക്കുള്ളൻ നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ഇവയിൽ ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ 50% മുതൽ 85% വരെയാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയ്ക്കുള്ളിലുള്ളത്. നക്ഷത്രങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചെറിയൊരു ധാരണ ലഭിച്ചു. ഈ നക്ഷത്രങ്ങൾക്ക് ചുറ്റിലുമായി ഗ്രഹങ്ങൾ വലം വയ്ക്കുന്ന പ്രദേശങ്ങളെ പ്രധാനമായും 3ആയി തരംതിരിക്കാം: ഹോട്ട് സോൺ, ഹാബിറ്റബിൾ സോൺ, കോൾഡ് സോൺ. നക്ഷത്രങ്ങളുടെ തൊട്ട് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ നക്ഷത്രത്തിൽ നിന്നും തീവ്രമായ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും ഉള്ളത്. ഇത്തരം ഗ്രഹങ്ങളിൽ ജലത്തിന് ഒരിക്കലും ദ്രാവക അവസ്ഥയിൽ നിലകൊള്ളാൻ സാധിക്കുകയേയില്ല. ഈ ഗ്രഹങ്ങളിൽ ജലം നീരാവിയായി വാതക അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശമാണ് ഹോട്ട് സോൺ. നമ്മുടെ സൗരയൂഥത്തിലെ മെർക്കുറിയും വീനസും ഹോട്ട് സോണിലാണ് ഉൾക്കൊള്ളുന്നത്. ഇതുപോലെ തന്നെ നക്ഷത്രങ്ങളിൽ നിന്നും ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ അത്യാവശ്യത്തിനുള്ള ചൂടും പ്രകാശവും ലഭിക്കുകയില്ല. അത്തരം ഗ്രഹങ്ങളിൽ താപനില ഒരുപാട് കുറവായിരിക്കും. ഒരിക്കലും ആ ഗ്രഹങ്ങളിൽ ജലത്തിന് ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുവാൻ സാധിക്കില്ല. ജലം അവിടെ തണുത്തുറഞ്ഞ് ഖരാവസ്ഥയിലായിരിക്കും നിലകൊള്ളുക. ഈ പ്രദേശം കോൾഡ് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇവയെല്ലാം കോൾഡ് സോണിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ്. എന്നാൽ നക്ഷത്രത്തിന്റെ സമീപത്തോ അധികം അകലത്തിലോ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളുവാൻ സാധിക്കും. ഈ പ്രദേശങ്ങളിൽ മിതമായ താപനിലയായിരിക്കും അനുഭവപ്പെടുക. ഈ പ്രദേശങ്ങളെയാണ് ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖല എന്ന് പറയുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ ഭൂമി മാത്രമേ ഈ പ്രദേശത്ത് നിലകൊള്ളുന്നുള്ളൂ. ഭൂമി സൂര്യന്റെ ഹാബിറ്റബിൾ മേഖലയിൽ നിലനിൽക്കുന്നത് കൊണ്ടും റോക്കി പ്ലാനറ്റ് ആയതുകൊണ്ടും നല്ലൊരു അന്തരീക്ഷമുള്ളതുകൊണ്ടും ചുറ്റിലും അതിശക്തമായ കാന്തിക മണ്ഡലം ഉള്ളതുകൊണ്ടുമാണ് ഭൂമിയിൽ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ സവിശേഷതകളെല്ലാം വന്നു ചേർന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രങ്ങളിൽ ഉത്ഭവിച്ച ജീവൻ പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിലായി മാറിയത്. റോക്കി പ്ലാനറ്റുകൾ എന്നാൽ പാറകളും ലോകങ്ങളും നിറഞ്ഞ ഭൂമിയെപ്പോലെ ഉപരിതലമുള്ള ഗ്രഹങ്ങളാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. സൗരയൂഥത്തിലെ ഈ 4 ഗ്രഹങ്ങളും റോക്കി പ്ലാനറ്റുകളാണ്. ഇവയെ കൂടാതെ ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന വാതക ഭീമൻ ഗ്രഹങ്ങൾ അഥവാ ഗ്യാസ് ജെയിന്റ് ഗ്രഹങ്ങളും തണുത്ത് ഐസ് മൂടിയ ഐസ് പ്ലാനറ്റുകളും സൗരയൂഥത്തിലുണ്ട്.
ഇപ്പോൾ നമുക്ക് നമ്മുടെ മാതൃനക്ഷത്രമായ സൂര്യനെക്കുറിച്ചും സൂര്യനെ വലംവയ്ക്കുന്ന 8 ഗ്രഹങ്ങളെക്കുറിച്ചും ചെറിയൊരു ധാരണ ലഭിച്ചു. ഇനി പുതിയ സൗരയൂഥത്തെ കാണാം. 1909 അന്യഗ്രഹങ്ങളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നാസ വിക്ഷേപിച്ച കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് നാളിതുവരെ 5,30,506 നക്ഷത്രങ്ങളെ കണ്ടെത്തി. കൂടാതെ 2,662 അന്യഗ്രഹങ്ങൾ അഥവാ എക്സോ പ്ലാനറ്റുകളെയും കണ്ടെത്തി. അവയിൽ കെപ്ലർ 90ാമതായി കണ്ടെത്തിയ ഒരു നക്ഷത്രമുണ്ട്. ഭൂമിയിൽ നിന്നും 2790 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന, രാത്രി നമ്മുടെ ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കുന്ന ഡ്രാക്കോ നക്ഷത്ര സമൂഹത്തിലെ ക്ലാസിഫിക്കേഷൻ എഫിൽ ഉൾക്കൊള്ളുന്ന ഒരു മഞ്ഞയും വെള്ളയും കലർന്ന നക്ഷത്രം കെപ്ലർ 90. ഈ നക്ഷത്രത്തെ നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യന്റെ പകുതി പ്രായം മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ. ഏകദേശം സൂര്യന്റെ 120% മാസും റേഡിയസും ഉണ്ട്. നക്ഷത്രത്തിന്റെ ഉപരിതല താപനില സൂര്യനേക്കാൾ ഒരല്പം കൂടുതലാണ്. കെപ്ലർ 90ന്റെ ഉപരിതല താപനില 6100 കെൽവിനും സൂര്യൻ്റേത് 5772 കെൽവിനുമാണ്. സൂര്യൻ ജി ടൈപ്പ് യെല്ലോ ഡ്വാർഫ് സ്റ്റാറും കെപ്ലർ 90 എഫ് ടൈപ്പ് യെല്ലോ വൈറ്റ് സ്റ്റാറുമാണ്. സൂര്യന്റെ അത്രത്തോളം ആയുസില്ലാത്ത കെപ്ലർ 90 എന്ന ഈ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളാണ് നാളിതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സകല സ്റ്റാർ സിസ്റ്റങ്ങളിൽ നിന്നും കെപ്ലർ 90 സ്റ്റാർ സിസ്റ്റത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് 8 ഗ്രഹങ്ങളാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ പോലെ തന്നെ 8 ഗ്രഹങ്ങൾ. ഈ ഒരു സമൂഹത്തെ കണ്ടെത്തുന്നതിന് മുൻപ് വരെ 8 ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രഹവ്യവസ്ഥ നമ്മുടെ അറിവിൽ നമ്മുടെ സൗരയൂഥം മാത്രമായിരുന്നു. അതായത് ഗ്രഹങ്ങളുടെ എണ്ണത്തിൽ നമ്മുടെ സൂര്യനായിരുന്നു 1ാം സ്ഥാനം. തൊട്ടുപുറകെ 7 ഗ്രഹങ്ങളുള്ള ട്രാപ്പിസ്റ്റ് 1 എന്ന സ്റ്റാർ സിസ്റ്റം. കെപ്ലർ 90 സിസ്റ്റം നമ്മുടെ സൗരയൂഥത്തെ പോലെ തന്നെയുള്ള മറ്റൊരു സൗരയൂഥമാണ്. അവയിൽ പാറകൾ നിറഞ്ഞ റോക്കി പ്ലാനറ്റുകളുണ്ട്, വാതകം നിറഞ്ഞു കിടക്കുന്ന വാതക ഭീമന്മാരുണ്ട്, സൂപ്പർ എർത്ത് ഗ്രഹങ്ങൾ മുതൽ മിനി നെപ്റ്റ്യൂൺ വരെ വലിപ്പമുള്ളവയുണ്ട്. നമ്മുടെ സൗരയൂഥത്തിൽ ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള ഗ്രഹങ്ങളെ, അതായത് സൂര്യനിൽ നിന്നുമുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 4 ഗ്രഹങ്ങളെ ഇന്നർ പ്ലാനറ്റുകൾ എന്നാണ് പറയുന്നത്. ഇന്നർ പ്ലാനറ്റുകളെല്ലാം സാധാരണ പാറകളും ലോഹങ്ങളും നിറഞ്ഞ റോക്കി പ്ലാനറ്റുകളാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വാതക ഭീമന്മാരായ ഗ്രഹങ്ങളെ ഔട്ടർ പ്ലാനറ്റുകൾ എന്നാണ് പറയുന്നത്. അതായത് സൗരയൂഥത്തിൽ 4 ഇന്നർ പ്ലാനറ്റുകളും 4 ഔട്ടർ പ്ലാനറ്റുകളുമാണുള്ളത്. കെപ്ലർ 90 എന്ന സിസ്റ്റത്തിൽ 6 ഇന്നർ പ്ലാനറ്റുകളും 2 ഔട്ടർ പ്ലാനറ്റുകളുമുണ്ട്. ഈ സിസ്റ്റത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമായ കെപ്ലർ 90 എച്ച് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിൽ നിന്നും ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ്. അതായത് കെപ്ലർ 90 എന്ന സിസ്റ്റത്തിന്റെ ആകെ വലിപ്പം സൂര്യനിൽ നിന്നും നമ്മുടെ ഭൂമി വരെയുള്ള അകലം മാത്രമാണ്. ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളെയും പരിചയപ്പെടാം. നക്ഷത്രത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സമൂഹത്തിലെ ആദ്യത്തെ ഗ്രഹമാണ് കെപ്ലർ 90b. നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 1,10,00,000 കിലോമീറ്റർ മാത്രം അകലത്തിലൂടെയാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. സൂര്യന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായ മെർക്കുറി സൂര്യനിൽ നിന്നും 5 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കണം. സൂര്യനേക്കാൾ വലിപ്പവും ചൂടും കൂടുതലായ കെപ്ലർ 90 എന്ന നക്ഷത്രത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിലുള്ള താപനില നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. താപനില ശരാശരി 783 ഡിഗ്രി സെൽഷ്യസോളമാണ്. അതായത് സൗരയൂഥത്തിലെ ഏറ്റവും താപനില കൂടിയ ഗ്രഹമായ വീനസിന്റെ ഉള്ളിലുള്ളതിനേക്കാളും കൂടുതൽ താപനില. ഇത്രത്തോളം തീവ്രമായ അവസ്ഥയിലുള്ള ഈ ഗ്രഹം ഒരു സൂപ്പർ എർത്ത് പ്ലാനറ്റാണ്. ഇത് നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡ് ആയിരിക്കും. 1,10,00,000 കിലോമീറ്റർ അകലത്തിലൂടെ ഒരു തവണ നക്ഷത്രത്തെ വലം വയ്ക്കുന്നതിന് ഗ്രഹത്തിന് വേണ്ടി വരിക ഭൂമിയിലെ വെറും 7 ദിവസങ്ങൾ മാത്രമാണ്. അതായത് കെപ്ലർ 90bയിലെ ഒരു വർഷം എന്നത് 7 ദിവസങ്ങൾ മാത്രം. ഈ ഗ്രഹത്തെ കെപ്ലർ കണ്ടെത്തിയത് 2011 അടുത്തത് കെപ്ലർ 90c എന്ന ഗ്രഹമാണ്. ഇതും ആദ്യത്തെ ഗ്രഹത്തെ പോലെ തന്നെ ഭൂമിയേക്കാളും വലിപ്പമുള്ള സൂപ്പർ എർത്ത് പ്ലാനറ്റാണ്. 1ാമത്തെ ഗ്രഹത്തിൽ നിന്നും വെറും 20,00,000 കിലോമീറ്ററുകൾ മാത്രം അകലത്തിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതായത് നക്ഷത്രത്തിൽ നിന്നും 1,30,00,000 കിലോമീറ്റർ അകലത്തിൽ. ഇത്രത്തോളം അകലത്തിലൂടെ നക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നതിന് ഭൂമിയിലെ 8.7 ദിവസങ്ങളാണ് ഗ്രഹത്തിന് വേണ്ടി വരിക. ആദ്യത്തെ ഗ്രഹവുമായി ഒരുപാട് സമാനതകളുള്ള ഗ്രഹമാണ്
കെപ്ലർ 90cയും. കെപ്ലർ 90cയിലെ ഉപരിതല താപനില ഏകദേശം 700 ഡിഗ്രി സെൽഷ്യസോളമാണ്. ഈ ഗ്രഹത്തെ കെപ്ലർ കണ്ടെത്തിയത് 2013-ലായിരുന്നു. അടുത്തത് മൂന്നാമതായി സ്ഥിതി ചെയ്യുന്ന കെപ്ലർ 90i എന്ന ഗ്രഹമാണ്. കെപ്ലർ 90 സിസ്റ്റത്തിലെ 7 ഗ്രഹങ്ങളെയും കണ്ടെത്തിയ ശേഷം അവസാനമായിട്ടാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. മറ്റ് ഗ്രഹങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ് 7 വർഷങ്ങളോളം കഴിഞ്ഞു. 2017 ഡിസംബർ മാസം 14-ാം തീയതിയാണ് ഗ്രഹത്തെ കണ്ടെത്തിയത്. ആ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് വലിയൊരു നേട്ടമായിരുന്നു. കാരണം ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത പുതിയ മെഷീൻ ലേണിംഗ് രീതി ഉപയോഗിച്ചാണ് ഈ ഗ്രഹത്തെ കണ്ടെത്തിയത്. നക്ഷത്രത്തിൽ നിന്നും 1,70,00,000 കിലോമീറ്റർ അകലത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലംവെക്കുന്നത്. നമ്മുടെ ഭൂമിയേക്കാൾ വലിപ്പവും മാസമുള്ള റോക്കി സൂപ്പർ എർത്ത് പ്ലാനറ്റാണിത്. കൂടാതെ സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവുമാണ്. ഇത്ര അകലത്തിലൂടെ നക്ഷത്രത്തെ ഒരു തവണ വലംവെച്ച് തീർക്കുന്നതിന് ഗ്രഹത്തിന് വേണ്ടി വരിക ഭൂമിയിലെ 14 ദിവസങ്ങൾ മാത്രമാണ്. ബുധൻ സൂര്യനിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന അകലത്തിന്റെ 3 മടങ്ങോളം നക്ഷത്രത്തോട് അടുത്താണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിന്റെ ഉപരിതല താപനില ഏകദേശം 427 ഡിഗ്രി സെൽഷ്യസോളമാണ്. നക്ഷത്രത്തിൽ നിന്നുമുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ 4-ാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് കെപ്ലർ 90d. ഭൂമിയുടെ 2.87 മടങ്ങ് വലിപ്പമുള്ള ഈ ഗ്രഹം നക്ഷത്രത്തെ 59.7 ഭൗമദിനം കൊണ്ടാണ് വലംവെക്കുന്നത്. അടുത്തതായി കെപ്ലർ 90യെ വലംവെക്കുന്നത് കെപ്ലർ 90e എന്ന ഗ്രഹമാണ്. 5-ാമതായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയേക്കാൾ 2.66 ഇരട്ടി വലിപ്പമുണ്ട്. ഒരു തവണ നക്ഷത്രത്തെ വലംവെച്ച് തീർക്കുന്നതിന് കെപ്ലർ 90eക്ക് വേണ്ടി വരിക ഭൂമിയിലെ 91.9 ദിനങ്ങളാണ്. അടുത്തത് ഭൂമിയുടെ 2.8 മടങ്ങ് വലിപ്പമുള്ള കെപ്ലർ 90f എന്ന സൂപ്പർ എർത്ത് ഗ്രഹമാണ്. ഒരു തവണ നക്ഷത്രത്തെ വലംവെക്കുന്നതിന് ഈ ഗ്രഹത്തിന് വേണ്ടി വരിക 124.9 ഭൗമദിനങ്ങളാണ്. കെപ്ലർ 90 സിസ്റ്റത്തിലെ ആദ്യത്തെ 6 ഗ്രഹങ്ങളെയും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ 6 ഗ്രഹങ്ങളും നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡായ ടെറസ്ട്രിയൽ പ്ലാനറ്റുകളാണ്. ഇനിയുള്ളത് അവസാനത്തെ 2 വാതക ഭീമൻ ഗ്രഹങ്ങളാണ്. കെപ്ലർ 90g ഈ സിസ്റ്റത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 2-ാമത്തെ ഗ്രഹമാണിത്. നമ്മുടെ ശനിയെപ്പോലെയും വ്യാഴത്തെപ്പോലെയും വാതക ഭീമൻ ഗ്രഹം. ഭൂമിയുടെ 8 മടങ്ങോളം വലിപ്പമുള്ള ഈ വലിയ ഗ്രഹത്തിന് ഏകദേശം 310 ദിവസങ്ങളോളം വേണ്ടിവരും നക്ഷത്രത്തെ ഒരു തവണ വലംവെക്കുക. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിലാണ്. അടുത്തത് കെപ്ലർ 90h എന്ന അവസാനത്തെ ഗ്രഹമാണ്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 150 കോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ്. അതായത് സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള അകലം. ഈ സ്റ്റാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് കെപ്ലർ 90h. ഉപരിതലമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന ഈ ഭീമൻ ഗ്രഹത്തിന് നമ്മുടെ വ്യാഴത്തിന്റെ 1.01 മടങ്ങ് വലിപ്പമുണ്ട്. വ്യാഴത്തിന്റെ അത്ര തന്നെ മാസമുണ്ട്. ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മങ്ങിയ പ്രഭാവം അളക്കുന്ന ട്രാൻസിറ്റ് മെത്തേഡിലൂടെയാണ് ഈ എക്സോ പ്ലാനറ്റിനെ നമ്മൾ ആദ്യമായി കണ്ടെത്തിയത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കെപ്ലർ 90 എന്ന 8 ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സിസ്റ്റത്തിന്റെ മൊത്തം വലിപ്പം സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള 15 കോടി കിലോമീറ്ററുകൾ മാത്രമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 40 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൂര്യൻ്റെ അയൽക്കാരനായ ഒരു നക്ഷത്രമാണ് ട്രാപ്പിസ്റ്റ് 1. ട്രാപ്പിസ്റ്റ് 1 എന്ന ഈ നക്ഷത്രം ഒരു ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. താപനിലയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ M വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഈ റെഡ് ഡ്വാർഫുകൾ അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ. നമ്മുടെ സൂര്യൻ്റെ അയൽക്കാരായ 50-ൽ കൂടുതൽ നക്ഷത്രങ്ങളും ഇതേപോലെ തന്നെ താപനില വളരെ കുറഞ്ഞ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളാണ്. സൂര്യൻ്റെ അയൽക്കാർ മാത്രമല്ല, നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിലുള്ള 40,000 കോടി നക്ഷത്രങ്ങളിൽ കൂടുതലും റെഡ് ഡ്വാർഫുകളാണ്. സൂര്യനെ അപേക്ഷിച്ച് റെഡ് ഡ്വാർഫുകൾ വളരെ വലിപ്പം കുറഞ്ഞതും താപനില ഒരുപാട് കുറഞ്ഞതുമായ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ആയുസ് വളരെ കൂടുതലായിരിക്കും. കോടാനുകോടി വർഷങ്ങളോളം അത്തരം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ നിലകൊള്ളും. ഇത്തരം നക്ഷത്രങ്ങളെ നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഇവ സോളാർ ഫ്ലെയറുകൾ പുറപ്പെടുവിക്കുന്നവയാണ്. ഈ നക്ഷത്രങ്ങളെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശക്തിയുള്ളവയാണ് ഇത്തരം സോളാർ ഫ്ലെയറുകൾ. എന്നാൽ ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രം ഇത്രത്തോളം ഭീകരനല്ല. ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ നിലകൊള്ളുന്ന ഗ്രഹങ്ങളിൽ
ജലം ദ്രാവക രൂപത്തിൽ കാണപ്പെടുവാനും അവിടെ ജീവൻ നിലനിൽക്കുവാനും സാധ്യതകളുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇത്തരം റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോൺ എന്നത് അവയുടെ തൊട്ടടുത്ത് തന്നെയാണ്. മറ്റൊരു ഭൂമിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ കണ്ടെത്തലായിരുന്നു ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രത്തെയും അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് 7 ഗ്രഹങ്ങളെയും. അതിനുള്ള കാരണം ട്രാപ്പിസ്റ്റ് 1 എന്ന റെഡ് ഡ്വാർഫ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത് ഭൂമിയുടെ അത്ര തന്നെ വലിപ്പവും ഭൂമിയെപ്പോലെ തന്നെ ഇരിക്കുന്നതുമായ 7 ഗ്രഹങ്ങളാണ്. ട്രാപ്പിസ്റ്റ് 1b, 1c, 1d, 1e, 1f, 1g, 1h. ഈ 7 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളും നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് നിലകൊള്ളുന്നത്. നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 7 ഗ്രഹങ്ങളും നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ റോക്കി പ്ലാനറ്റുകളാണ്. റോക്കി പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞാൽ പാറകളും ലോഹങ്ങളും നിറഞ്ഞ ഭൂമിയെപ്പോലെ തന്നെ കരഭാഗങ്ങളുള്ള ഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളും റോക്കി പ്ലാനറ്റുകളാണ്. ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രവും 7 ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനിൽ നിന്നും മെർക്കുറിയിലേക്കുള്ള ദൂരമായ 5.5 കോടി കിലോമീറ്ററിനേക്കാളും ഒരുപാട് കുറവാണ്. നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രാപ്പിസ്റ്റ് 1H എന്ന ഗ്രഹത്തിലേക്ക് നക്ഷത്രത്തിൽ നിന്നുമുള്ള അകലം എന്നത് 93 ലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണ്. നമുക്ക് ഈ പുതിയ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളെയും പരിചയപ്പെടാം. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1b. ഹാബിറ്റബിൾ മേഖലയിലല്ല ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഗ്രഹവും നക്ഷത്രവും തമ്മിൽ ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണ്. ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും അതിൻ്റെ നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കും. മറുവശത്ത് പ്രകാശമില്ലാതെ ഇരുട്ട് മൂടി കിടക്കും. ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം താപനിലയായിരിക്കും. എന്നാൽ മറുവശത്ത് കട്ട പിടിച്ച തണുപ്പുമായിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് ട്രാപ്പിസ്റ്റ് 1 സ്റ്റാർ സിസ്റ്റത്തിലെ ഒന്നാമത്തെ ഗ്രഹം നിലകൊള്ളുന്നത്. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പം ഭൂമിയേക്കാളും 12% കൂടുതലും ഭൂമിയുടെ 73% സാന്ദ്രതയും ഉള്ള ഗ്രഹമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന് വീനസിന് സമാനമായ ഗ്രാവിറ്റിയാണുള്ളത്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹവും നമ്മുടെ ഭൂമിയുടെ സഹോദരി എന്നറിയപ്പെടുന്ന ഗ്രഹവുമാണ് വീനസ്. വീനസിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഭൂമിയുടെ 90 മടങ്ങ് കട്ടി കൂടുതലുള്ള 3 പാളികൾ അടങ്ങുന്നതാണ് വീനസിൻ്റെ അന്തരീക്ഷം. ഏകദേശം ശുക്രൻ്റെ അന്തരീക്ഷത്തിന് സമാനം തന്നെയാണ് ട്രാപ്പിസ്റ്റ് 1b എന്ന ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷവും. ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും 10,000 മടങ്ങ് സമ്മർദ്ദമെങ്കിലും ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇത്രത്തോളം കട്ടിയുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചൂട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് കൂടുതലാണ്. ഈ ഗ്രഹം ഒരു റോക്കി പ്ലാനറ്റ് ആണെങ്കിലും ഹാബിറ്റബിൾ മേഖലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ഇത്രത്തോളം താപനില തങ്ങി നിൽക്കുന്നതുകൊണ്ടും ഈ ഗ്രഹത്തിൽ ഒരു തരത്തിലുമുള്ള ജീവജാലങ്ങൾ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഗ്രഹം ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുന്നത് 36 മണിക്കൂറുകൾ കൊണ്ടാണ്. അതായത് ട്രാപ്പിസ്റ്റ് 1b എന്ന ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് വെറും 36 മണിക്കൂറുകൾ മാത്രമാണ്. അടുത്തത് ട്രാപ്പിസ്റ്റ് 1c എന്ന ഗ്രഹമാണ്. സ്റ്റാർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഗ്രഹമായ ഈ ട്രാപ്പിസ്റ്റ് 1cയും ഹാബിറ്റബിൾ മേഖലയിൽ പെടുന്ന ഒരു ഗ്രഹമല്ല. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഗ്രഹത്തിന് ഭൂമിക്ക് സമാനമായ ഗ്രാവിറ്റിയാണുള്ളത്. ഗ്രഹത്തിൻ്റെ വലിപ്പവും മാസും ഭൂമിയേക്കാളും 10% കൂടുതലാണ്. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിനും ആദ്യത്തെ ഗ്രഹത്തെപ്പോലെ തന്നെ ഒരുപാട് കട്ടി കൂടുതലാണ്. നക്ഷത്രത്തിൽ നിന്നും 24 ലക്ഷം കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുന്നതിന് 58 മണിക്കൂറുകൾ വേണ്ടിവരും. ഈ ഗ്രഹത്തിലും യാതൊരുവിധ ജീവനും സാധ്യതയില്ല. ഈ സൗരയൂഥത്തിലെ മൂന്നാമത്തെ ഗ്രഹവും ഹാബിറ്റബിൾ മേഖലയുടെ തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1d. ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭൂമിയേക്കാളും 70% വലിപ്പം കൂടുതലുണ്ട് എങ്കിലും ഈ ഗ്രഹത്തിന് ഭൂമിയേക്കാളും മാസും ഗ്രാവിറ്റിയും ഒരുപാട് കുറവാണ്. ഭൂമിയുടെ 30% മാസ് മാത്രമേ ഗ്രഹത്തിനുള്ളൂ. ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 34 ലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് അധികമൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടേയില്ല. ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ ജലം ദ്രാവകമായി നിലനിൽക്കാൻ സാധിക്കും. മറ്റ് ഗ്രഹങ്ങളെപ്പോലെ തന്നെ ട്രാപ്പിസ്റ്റ് 1d എന്ന ഈ ഗ്രഹവും
നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ വശത്ത് ജലം ദ്രാവക രൂപത്തിലും ഇരുട്ട് മൂടിക്കിടക്കുന്ന മറുവശത്ത് ജലം ഐസ് രൂപത്തിലുമായിരിക്കും നിലനിൽക്കുക. ഈ ഗ്രഹത്തിൽ സമുദ്രജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് ട്രാപ്പിസ്റ്റ് 1e എന്ന ഗ്രഹമാണ്. നക്ഷത്രത്തിൽ നിന്നും 4ാമത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹം നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണുള്ളത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ റെഡ് ഡ്വാർഫ് നക്ഷത്രമായതുകൊണ്ട് ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ പകുതി പ്രകാശം മാത്രമേ ഈ ഗ്രഹത്തിന് നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നുള്ളൂ. മറ്റു 3 ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഭൂമിയുമായി ഏറെ സാമ്യമുള്ള ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1e എന്ന ഈ ഗ്രഹം. മാസും ഗ്രഹത്തിൻ്റെ വലിപ്പവുമെല്ലാം നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെയാണ്. അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. ഏകദേശം ഭൂമിക്ക് സമാനമായ ഗ്രഹം തന്നെയാണ് ട്രാപ്പിസ്റ്റ് 1e എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ അന്തരീക്ഷവും ഭൂമിക്ക് സമാനമാണെങ്കിൽ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ഭൂമിയിലേതുപോലെ തന്നെ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടാകും. അതിനോടൊപ്പം ജീവനും. ട്രാപ്പിസ്റ്റ് 1e എന്ന ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 44 ലക്ഷം കിലോമീറ്ററുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വയ്ക്കുന്നതിന് 140 മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത്. അടുത്തത് 5ാമത്തെ ഗ്രഹമായ ട്രാപ്പിസ്റ്റ് 1f എന്ന ഗ്രഹമാണ്. ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 60 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റെഡ് ഡ്വാർഫ് നക്ഷത്രമായതുകൊണ്ട് നക്ഷത്രത്തിൽ നിന്നും വളരെ കുറച്ച് പ്രകാശം മാത്രമേ ഗ്രഹത്തിന് ലഭിക്കുകയുള്ളൂ. ഈ ഗ്രഹം നിലനിൽക്കുന്നത് നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ തന്നെയാണ്. ഏകദേശം ഭൂമിയുടെ അത്ര തന്നെ വലിപ്പമുണ്ടെങ്കിലും ഗ്രഹത്തിൻ്റെ സാന്ദ്രതയും ഗ്രാവിറ്റിയും ഒരുപാട് കുറവാണ്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് വരുന്നതിന് ഈ ഗ്രഹത്തിന് വേണ്ടി വരുന്നത് ഏകദേശം 228 മണിക്കൂറുകളാണ്. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ 20% ജലം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രത്തോളം ജലകണികകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഗ്രഹത്തിനുള്ളിലെ താപനില ഒരുപാട് കൂടുതലായിരിക്കും. കാരണം ഈ ജലകണികകൾ ഒരു ഗ്രീൻ ഹൗസ് വാതകം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തത് ഈ സിസ്റ്റത്തിലെ 6ാമത്തെ ഗ്രഹമായ ട്രാപ്പിസ്റ്റ് 1g എന്ന ഗ്രഹമാണ്. നക്ഷത്രത്തിൽ നിന്നും 70 ലക്ഷം കിലോമീറ്ററുകൾ ദൂരത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹം നിലനിൽക്കുന്നതും ഹാബിറ്റബിൾ മേഖലയുടെ അവസാന ഭാഗത്താണ്. ഇത്രയും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്നും വളരെ കുറഞ്ഞ ശതമാനം പ്രകാശം മാത്രമേ ഗ്രഹത്തിന് ലഭിക്കുന്നുള്ളൂ. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ 15% കൂടുതൽ വലിപ്പമുണ്ട്. ഭൂമിയേക്കാൾ മാസുമുണ്ട്. 12 ദിവസങ്ങൾ കൊണ്ടാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. അടുത്തത് 7ാമത്തേതും അവസാനത്തേതുമായ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1h. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഈ സൗരയൂഥത്തിൻ്റെ അതിർത്തിയിലാണ്. മറ്റ് ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും വലിപ്പവും സാന്ദ്രതയും കുറഞ്ഞ ഗ്രഹമാണിത്. ഇത് ഹാബിറ്റബിൾ മേഖലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 93 ലക്ഷം കിലോമീറ്ററുകൾ അകലത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഒരു തവണ വലം വെച്ച് തീർക്കുന്നതിന് ഏകദേശം 19 ദിവസങ്ങൾ വേണ്ടിവരും. ഈ ഗ്രഹം നമ്മുടെ പ്ലൂട്ടോയെപ്പോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന തണുത്ത് മരവിച്ച ലോകമാണ്. അതായത് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമായി നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലേതുപോലെ തന്നെ ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലും ജലം നിലനിൽക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തെയും ഗ്രഹങ്ങളെയും നമ്മുടെ സൗരയൂഥത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം വലിപ്പം സൂര്യനിൽ നിന്നും ബുധനിലേക്കുള്ള അകലത്തിൻ്റെ 1/5 പോലും ആകുന്നില്ല. ഇന്നേ വരെയുള്ള നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ പുറത്ത് ജീവൻ നിലനിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്റ്റാർ സിസ്റ്റമാണ് ട്രാപ്പിസ്റ്റ് 1 സ്റ്റാർ സിസ്റ്റം എന്നത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.